ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ വീണ്ടും വാഹനങ്ങളുടെ മന്ത്ലി സെയിൽസ് റിപ്പോർട്ടായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ നോക്കാൻ പോകുന്ന കഴിഞ്ഞ മാസം, അതായത് മെയ്യിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ വാഹന നിർമ്മാണ കമ്പനികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിൽ 14 വണ്ടികളാണ് എപ്പോഴത്തെ പോലെ തന്നെ ഉള്ളത്. നമ്മുടെ ഈ ലിസ്റ്റിൽ 14th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഓർ കമ്പനി ജീപ്പാണ്. ജീപ്പ് പിന്നെ കുറേ കാലമായിട്ട് ഇവിടെയൊക്കെ തന്നെയാണ്, പക്ഷേ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് വണ്ടികൾ വിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കഴിഞ്ഞ മാസം 239 വാഹനങ്ങളുടെ സെയിലാണ് അവർക്ക് കിട്ടിയത്. നമ്മൾ മന്ത് ഓൺ മന്ത്, അതായത് ഏപ്രിൽ മാസത്തെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും 239 വണ്ടികളുടെ സെയിൽ തന്നെയാണ് കിട്ടിയത്. ഗ്രോത്ത് ഇല്ല, ഡീഗ്രോത്ത് ഇല്ല, ഡിഫറൻസ് ഇല്ല, ഒരു സാധനമില്ല. നല്ല പീക്ക് കൺസിസ്റ്റൻസിയിൽ ഒരു വണ്ടികൾ കറക്റ്റ് 239 എണ്ണം വെച്ച് വിറ്റിട്ടുണ്ട്. അത് കൺസിസ്റ്റൻസിയിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ സെയിൽ കുറവാണ്, സെയിൽ ഇതായിട്ട് കൂടിയിട്ടൊന്നുമില്ല. സെയിൽ കൂടിയിട്ടാണ് കൺസിസ്റ്റൻസി എന്ന് പറയാൻ കുഴപ്പമില്ല. ഇതിപ്പോൾ ഏറ്റവും താഴെത്തുന്നതുകൊണ്ടാണ് ഇവർ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ നല്ല വണ്ടി ഇറക്കിയിരുന്നത് കൊള്ളായിരുന്നു. അതിലൊരു അപ്ഡേറ്റ് ഉണ്ട്, അത് ഞാൻ പറയാം ഈ വീഡിയോയിലുള്ള, വേറെ ഏതെങ്കിലും വീഡിയോസിൽ പറയാം. ഏതായാലും 13th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ സ്റ്റെല്ലാനസ് ഗ്രൂപ്പ് തന്നെയാണ്. സെട്രനാണ്. 525 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം അവർക്ക് ലഭിച്ചത്. ഏപ്രിൽ മാസത്തിൽ 683 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 158 വാഹനങ്ങളുടെ വ്യത്യാസം 23.13% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു കമ്പനിയും കൂടെയാണ് സെട്രൻ. ഇവർ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പുതിയ എക്സ് മോഡൽസ് ഒക്കെ വെച്ചിട്ട്. ആൻഡ് വണ്ടികളൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഫെയർലി നന്നായിട്ട് പ്രൈസ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ അവർ നന്നാക്കിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ എന്നാലും അവർക്ക് ഒരു മാർക്കറ്റ് ഇപ്പോഴും അങ്ങോട്ട് പിടിച്ച് പറ്റാൻ സാധിച്ചിട്ടില്ല. പണ്ടത്തെ അവർ വന്ന ഒരു ഇംപ്രഷനിൽ തന്നെയാണ് ഇപ്പോഴും ആൾക്കാരുള്ളത്. എനിവേ, നമ്മുടെ അടുത്ത 12th പൊസിഷൻ നിൽക്കുന്ന ഫോക്സ് വാഗൻ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 2619 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടി. നമ്മുടെ പുതിയ ഫേസ് ലിഫ്റ്റ് ഡ്രാഗണൊക്കെ വന്നു. പക്ഷെ എന്നാലും സെയിലിൽ അങ്ങനെ വലിയൊരു വർധനമൊന്നും വന്നിട്ടില്ല. 2828 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഏപ്രിലിൽ കിട്ടിയത്. 209 വാഹനങ്ങളുടെ വ്യത്യാസം 7.39% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ലിസ്റ്റിൽ കുറേ വണ്ടികൾക്ക് ആക്ച്വലി 7s വന്നിട്ടുണ്ട്. 7.39 ഉണ്ട്, 7.96 ഉണ്ട്, 7.83 ഉണ്ട്. സോ അതിൻ്റെയൊക്കെ കൂട്ടത്തിലായിട്ട് ഇതിനെ നമുക്ക് പെടുത്താം. ഇനി നമ്മുടെ അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നിസാൻ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 2948 വാഹനങ്ങളുടെ സെയിലും ഏപ്രിൽ മാസത്തിലെ 3203 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 255 വാഹനങ്ങളുടെ വ്യത്യാസം 7.96% ഡീഗ്രോത്ത് റേറ്റാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. ഇപ്പം നിലവിലാകപ്പാടെ മാഗ്നേറ്റും പിന്നെ എക്സ്ട്രയിൽ, അത് പിന്നെ ഉള്ളതും ഇല്ലാത്തൊക്കെ കണക്കാണ്. എന്തായാലും മാഗ്നേറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഗ്രാവൈറ്റ് ഉണ്ട്, അതും വേറെ റീബാഷ് വണ്ടിയാണ്. പക്ഷേ ഇവരുടെ നമ്മുടെ ഡസ്റ്ററിൻ്റെ റീബാഷ് മോഡലായ ടെക്ടോൺ ഇവരും ജൂലൈ 9 ഇറങ്ങും എന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. അതും കൂടെ വന്നുമ്പോഴേക്കും കുറച്ചും കൂടെ വോളിയം സെയിൽസ് അവർക്ക് പിടിക്കാൻ പറ്റും എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര നന്നായിട്ടൊന്നുമല്ല ഇവരുടെ സെയിൽസ് പെർഫോമൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും റെനോയുടെ കാര്യത്തിൽ നമുക്ക് കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് പറയാം. കാരണം അടുത്ത 10th പൊസിഷൻ നിൽക്കുന്ന റെനോ ആണ്. ഡസ്റ്റർ ഓക്കെ, പക്ഷേ കഴിഞ്ഞ മാസം അത്ര ഇങ്ങോട്ട് സെയിൽ വന്നിട്ടില്ല. 4113 വാഹനങ്ങളുടെ സെയിലേ ഉള്ളൂ. ഏപ്രിലായാലും കൂടുതലുണ്ടായിരുന്നു 5413 വാഹനങ്ങളുടെ. 1300 വാഹനങ്ങളുടെ വ്യത്യാസം 24.02% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നതും റെനോയ്ക്ക് തന്നെയാണ്. ചിലപ്പോൾ എന്തെങ്കിലും വരുന്ന പ്രൊഡക്ഷൻ കപ്പാസിറ്റി മൊത്തത്തിൽ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യായിരിക്കും. ഡസ്റ്ററിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ കൂട്ടാനോ കുറയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അല്ലാതെ ഇതിനങ്ങനെ ഡിമാൻഡ് കുറഞ്ഞിട്ടൊന്നുമില്ല. ഡസ്റ്ററിന് അത്യാവശ്യം ബുക്കിംഗ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു അവർക്ക്. സോ അതാണ് നമ്മുടെ റെനോയുടെ കേസ്. ഇനിയിപ്പോൾ അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹോണ്ട ആണ്. ഇവരും പുതിയ അമേസ് ഇറക്കി, പുതിയ ഫേസ് ലിഫ്റ്റ് സിറ്റി ഇറക്കി. എലവേറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. എന്തായാലും സെയിൽസിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല. 5111 വാഹനങ്ങളുടെ സെയിലുണ്ട്. ഏപ്രിൽ 4069 ഉണ്ടായിരുന്നുള്ളൂ. 1042 വാഹനങ്ങളുടെ വ്യത്യാസം 25.61% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഇൻഫാക്ട് ഈ ലിസ്റ്റിൽ ബാക്കി എല്ലാ കമ്പനികൾക്കും വളരെ മിനിമൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉള്ളൂ. ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്. അതും ഈ ഡബിൾ ഡിജിറ്റിൽ ഗ്രോത്ത് വന്നിരിക്കുന്ന വേറെ കമ്പനിയില്ല. എല്ലാം 1, 2, 3 ഒക്കെയാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഹോണ്ടയുടെ പെർഫോമൻസ് അത്യാവശ്യം നല്ലതാണെന്ന് പറയാം. അറ്റ്ലീസ്റ്റ് ഈ ഗ്രോത്തിൻ്റെ കാര്യത്തിലെങ്കിലും. സെയിൽ അവർക്ക് ഒരു 21 മുതൽ 23 ഉള്ളിലൊക്കെ 8000 വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത്ര ഒന്നുമില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. ഇനി നമ്മുടെ അടുത്ത 8th പൊസിഷൻ നിൽക്കുന്ന സ്കോഡയാണ്. ഇവർക്ക് പിന്നെ കയ്യിലൊക്കെ ഇപ്പോൾ പുതിയ ഫേസ് ലിഫ്റ്റ് കുഷാക്കൊക്കെ വെച്ച് അത്യാവശ്യം നല്ല സെയിൽ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ മാസം കമ്പാരിറ്റീവ്ലി കുറവാണ്. 5760 വാഹനങ്ങളുടെ സെയിലേ ഉള്ളൂ. ഏപ്രിൽ 6886 വാഹനങ്ങൾ സെയിൽ കിട്ടിയതാണ്. 1126 വാഹനങ്ങളുടെ വ്യത്യാസം 16.35% ഡീഗ്രോത്ത് ആയിരുന്നു ഇവർക്ക് വന്നിരുന്നത്. അതായത് നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് എന്ന കമ്പനി ആണ് സ്കോഡ എന്ന് നമുക്ക് പറയാം. എന്നാലും വലിയ കുഴപ്പമില്ല. ഓവറോൾ സ്കോഡ ഈ ഒരു രീതിയിലൊന്നും അല്ലായിരുന്നു. ഫോക്സ് വാഗൻ പോലും 3000 താഴെയായിരുന്നു കിടന്നിരുന്നത്. അതിൽ നിന്നൊക്കെ ഇവരെന്തായാലും പിടിച്ച് കയറിയിട്ടുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലിസ്റ്റിൽ ഗ്രോത്ത് പെർസെൻറ്റേജിലും കൂടുതൽ മിക്ക കമ്പനികൾക്കും വന്നിരിക്കുന്ന ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ആണ്. എനിവേ, നമ്മുടെ ഇനി അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി MG ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 6048 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഏപ്രിൽ മാസത്തിലും വളരെ സിമിലർ ആയിട്ടുള്ള 6018 വാഹനങ്ങൾ സെയിലാണ് വന്നത്. ആകെ 30 വണ്ടികളുടെ വ്യത്യാസം 0.5% ഗ്രോത്ത് റേറ്റേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതായിരിക്കും ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് എന്ന കമ്പനിന്ന്. അല്ല, ഇതിലും താഴെ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വേറെ കമ്പനി ഉണ്ട്. ഇതാണ് രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന കമ്പനി എന്ന് നമുക്ക് വേണമെങ്കിൽ
പറയാം. പിന്നെ ഇവർക്ക് ഇപ്പോൾ കൂടുതലും ഫോക്കസ് ഉള്ളത് ഇലക്ട്രിക് വാഹനങ്ങളിലാണ്. വേറെ പല വാഹനങ്ങൾ ഇനിയിപ്പോൾ വരാനുണ്ട്. അതല്ലാതെ ഐസ് വണ്ടികളിലൊക്കെ ഇപ്പോൾ ഫോക്കസ് വളരെ കുറവാണ്. ഈ അടുത്ത ആകപ്പാടെ മെജസ്റ്റോ ഒന്നുള്ളൂ, അല്ലാതെ വിൻസർ ഇ വി ഒക്കെ തന്നെയാണ് ഇപ്പോഴും അവർ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. എന്തായാലും അതുപോട്ടെ, നമ്മുടെ ഇനി അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി കിയ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 27,586 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഇതും കൺസിസ്റ്റന്റ് ആണ്, കാരണം ഏപ്രിൽ 27,286 വാഹനങ്ങൾ സെയിലാണ് ഇവർക്കും കിട്ടിയത്. 300 വാഹനങ്ങളുടെ വ്യത്യാസം, ആകെ 1.1% ഗ്രോത്ത് റേറ്റേ ഉള്ളൂ. ആകെ ഈ ലിസ്റ്റിൽ അത്യാവശ്യം കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് ആണ്, പക്ഷെ എന്നാൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സെയിലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമ്മുടെ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടൊയോട്ടയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 30,574 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഏപ്രിലും ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു, 30,159 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. വലിയ വ്യത്യാസമില്ല, 415 വാഹനങ്ങളുടെ വ്യത്യാസം. 1.38% ഗ്രോത്ത് റേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ തൊട്ട് മുകളിലിട്ട് 1.4 വന്നിരിക്കുന്ന വേറൊരു കമ്പനിയും കൂടെ ഉണ്ട്. പക്ഷേ എന്തായാലും ടൊയോട്ടയും അത്യാവശ്യം 30,000 എന്ന് പറയുമ്പോൾ നല്ലൊരു സെയിൽസ് ഫിഗർ തന്നെയാണ്. ഇനി മുകളിലേക്ക് പോകുന്തോറും കോമ്പറ്റീഷൻ കൂടി വരുള്ളൂ. സാധാരണഗതിയിൽ എപ്പോഴും 4th പൊസിഷൻ എന്ന് പറഞ്ഞാൽ മഹീന്ദ്രയൊക്കെയാണ് ആവാറുള്ളത്, ഓർ ചില സമയത്ത് ടാറ്റ വന്നിട്ടുണ്ട്, ഹ്യുണ്ടായി സെക്കൻഡ് ആയിരിക്കും. ഇപ്പോൾ പക്ഷേ ഹ്യുണ്ടായി ഇവരെല്ലാവരും കൂടെ നേരെ 4th അങ്ങോട്ട് തള്ളി. ആൻഡ് കഴിഞ്ഞ മാസം 47,837 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് കിട്ടിയത്. ഏപ്രിൽ 51,902 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. 4,065 വാഹനങ്ങളുടെ വ്യത്യാസം, 7.83% ഡിഗ്രോത്ത് റേറ്റും ഉണ്ട്. അതെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സെവൻസിൽ വന്നിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉള്ള ഒരു കമ്പനിയും കൂടിയാണ് ഹ്യുണ്ടായി. ആൻഡ് ഇവർ ഒരു കാലത്ത് 50-57 വെച്ച് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിൽ നിന്നൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം സ്റ്റിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മഹീന്ദ്ര ടാറ്റയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർ കുറച്ചും കൂടെ ഡെവലപ്പായി പോയി. അതായത് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ കാര്യത്തിലും ഓവറോൾ സെയിൽസിൻ്റെ കാര്യത്തിലും 3rd പൊസിഷനിൽ നിൽക്കുന്ന മഹീന്ദ്രയാണ്. പക്ഷേ ടാറ്റയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. 58,021 വാഹനങ്ങളുടെ സെയിലാണ് മഹീന്ദ്രയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ടാറ്റയുടെ ഞാൻ അടുത്ത് തന്നെ പറയാം. എന്തായാലും ഏപ്രിൽ മാസത്തിൽ മഹീന്ദ്രയ്ക്ക് 56,331 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 1,690 വാഹനങ്ങളുടെ വ്യത്യാസം, 3% ഗ്രോത്ത് റേറ്റും ഉണ്ട്. അത് വലിയ കുഴപ്പമില്ല, കാരണം ഈ ലിസ്റ്റിൽ ആകെപ്പാടെ 2nd പൊസിഷനിൽ നിൽക്കുന്ന മഹീന്ദ്ര, അതും വെറും 3%. നമ്പർ 1 ഹോണ്ട ആയിരുന്നു, 25.61. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാക്കാവുന്നുള്ളൂ എന്തോരം ഉണ്ടെന്നുള്ളത്. ഇനി നമ്മുടെ 2nd പൊസിഷനിൽ നിൽക്കുന്ന ടാറ്റയ്ക്ക് എത്രയാണ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് അറിയണ്ടേ? അത് നമ്മുടെ ടാറ്റയുടെ സെയിൽ ജസ്റ്റ് 59,090 വാഹനങ്ങളിലാണ്. അതായത് മഹീന്ദ്ര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് 1000 മുകളിൽ മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ഏപ്രിൽ 59,000 വണ്ടികളുടെ കറക്റ്റ് സെയിലായിരുന്നു ടാറ്റയ്ക്ക് കിട്ടിയിരുന്നത്. അതായത് 90 വണ്ടികളുടെ വ്യത്യാസം, 0.15% ഗ്രോത്ത് റേറ്റും. നമ്മുടെ ഈ ലിസ്റ്റിൽ MGക്ക് 0.5 വരും, 0.15 ആണ്. സോ ഏറ്റവും കുറവ് ഡിഗ്രോത്ത് പെർസെൻറ്റേജ് ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനിയാണ് ടാറ്റ എന്ന് നമുക്ക് പറയാം. ടൈറ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി ഇത് തന്നെയാണ്. ഇനിയിപ്പം നമ്പർ 1 ഏതാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. കുറേ കാലങ്ങളായിട്ട് ഇതിനെ പിടിക്കാൻ വേറെ ആർക്കും പറ്റിയിട്ടില്ല. അതും കഴിഞ്ഞ മാസം കുറച്ചും കൂടെ സെയിൽ കൂടുകയും ചെയ്തു. 1,90,337 വാഹനങ്ങളുടെ സെയിലാണ് അവർക്ക് കിട്ടിയത്. ആരാണ്? മാരുതി സുസുക്കി. ഡെഫിനറ്റ്ലി ഏപ്രിൽ മാസത്തിൽ 1,87,704 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഇവർക്ക് കിട്ടിയത്. അതായത് 2,633 വാഹനങ്ങളുടെ വ്യത്യാസം, 1.4% ഗ്രോത്ത് ആണ് ഇവർക്ക് വന്നിരിക്കുന്നത്. ഇത്രയും ഹൈ വോളിയം സെയിൽസും വെച്ച് ഈ ചെറിയ ഗ്രോത്ത് പെർസെൻറ്റേജ് പിടിക്കുക എന്ന് പറഞ്ഞാലും കുറച്ച് പണിയാണ്. അതുമാത്രമല്ല, ഗ്രോത്തിൽ നിർത്തുക എന്ന് പറയുന്നതും വേറൊരു പണിയാണ്. ഇവരുടെ സെയിൽസിനെ പിടിക്കാൻ ഇപ്പോൾ വേറെ ആരെങ്കിലും വരുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. കാരണം ഇതിന് തൊട്ട് താഴെ നിൽക്കുന്ന തന്നെ ഓൾമോസ്റ്റ് എൻ്റെ 1/4 സെയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. എനിവേ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്ന് താഴെ കമൻസിൽ പറഞ്ഞേക്കുക. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ടാഗ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.